റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഒരിക്കലും നടക്കൂല എന്ന് വിചാരിക്കുന്ന ചില പ്രണയബന്ധങ്ങളുണ്ടല്ലോ. അങ്ങനെ പ്രണയബന്ധത്തെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ സുഹൃത്ത് ഓൻ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. അത്യാവശ്യം ഫിസിക്കൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ ഒരു പക്ക ഒരു മസ്കുലൈൻ ക്യാരക്ടറാണ്. അങ്ങനെ ഇവൻ്റെ ബാംഗ്ലൂരിലെ ജോലി തിരക്കിനിടയിൽ ഒരു പെൺകുട്ടീനെ കണ്ടെത്തി, അവരെ കണ്ടുമുട്ടി. അങ്ങനെ ഈ പെൺകുട്ടി അവനും നല്ലൊരു ചങ്ങാത്തം അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലായി. പിന്നെ പതിയെ അത് നല്ലൊരു പ്രണയബന്ധത്തിലേക്ക് പോയി. 1-2 വർഷം നല്ല രീതിയിൽ പ്രണയിച്ചു. സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസും വീഡിയോസും ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ കുറേ കാലത്തിന് ശേഷം, ഒരു 2-3 കൊല്ലത്തിന് ശേഷം പെൺകുട്ടി കല്യാണം എന്നുള്ള രീതിയിലേക്ക് റിക്വസ്റ്റ് വെച്ചു. അവന് ഭയങ്കര ഡിപ്രസ്ഡായി. പിന്നെ പതിയെ ആ ബന്ധം ബ്രേക്കപ്പിൻ്റെ വക്കിലെത്തി. കാരണം പെൺകുട്ടിക്ക് കല്യാണം കഴിക്കണം, ഇവനെ ജീവിതത്തിലേക്ക് കൂട്ടാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലെത്തി. ഇവരതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇവൻ മെല്ലെ ഇതിനും പതിയെ വഴുതി മാറും. അങ്ങനെ ഈ ഒരു പെൺകുട്ടി ഇവന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് അവർ ബ്രേക്കപ്പ് ആയി എന്നുള്ള രീതിയിൽ നിന്ന് വീണ്ടും പാച്ചപ്പായി ഓളനെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസും വീഡിയോസൊന്നും ഇടാത്ത രൂപത്തിലോ അങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ പോവാം. പെൺകുട്ടിയാണ് പക്ക ജെന്യൂന്, ഓൻ അതിലേറെ ജെന്യൂന്. രണ്ടാളും നല്ല രസമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അങ്ങനെ ഒരു ദിവസം ഇവൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്, അതായത് ഓനൊരു ബ്രേക്കപ്പായി, അതായത് ആദ്യം ബ്രേക്കപ്പായി, പിന്നെ പാച്ചപ്പായി, പിന്നെയും ബ്രേക്കപ്പിൻ്റെ വക്കിലേക്ക് ഇവനിങ്ങനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവളെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യും. ഇവന് എസ്കേപ്പ് ആവാനുള്ള പരിപാടിയാണ്. ലാസ്റ്റ് ഇവൻ്റെ വീട്ടിലേക്ക് സർപ്രൈസ് ആയിട്ട് ഈ പെൺകുട്ടി വരികയാണ്. രാത്രി 11 മണിക്കൂറിൻ്റെ വീട്ടിൻ്റെ അവിടെ എത്തി. അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്താണ്ട് ഇതായി. അതിൽ ഈ ഫ്രണ്ട്സും ഭയങ്കര ടെൻഷനായി. കാരണം ഇവള് വന്നിക്കാണ്, ഇനി എന്താണ് അടുത്ത മൊമെൻറ്റ് സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. ഇവനാണെങ്കിൽ ഓളെ വേണ്ടാന്ന രൂപത്തിൽ പോയതാണ്. അപ്പോൾ ഇവ അങ്ങാടി കൂടെ ഇങ്ങനെ പോയപ്പോണ്ട് ഓനും 2 കുട്ടികളും ഇങ്ങനെ പോവാണ്. അതിൽ ഇവിടെ വഴിക്കുന്നത് കണ്ടു. എന്താ ഇവിടെ അയച്ചാൽ ആകെ ടെൻഷനായി. അപ്പോൾ ഇവൻ്റെ പിള്ളേ 2 കുട്ടികളും ഓൻ്റെ കുട്ടികളാണ്. അത്രയും കാലം ഓൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൻ കല്യാണം കഴിച്ച മനുഷ്യനാണ്. ഓൻ ഈ പ്രണയബന്ധം ഈ കല്യാണം കഴിച്ചോ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഈ പെൺകുട്ടീനെ വേണ്ടി റിലേഷൻഷിപ്പിലേക്ക് പോയത്. ആ പെണ്ണിൻ്റെ ഒരു അവസ്ഥ ആലോചിക്കില്ലേ? ചില ബന്ധങ്ങൾ അങ്ങനെയല്ലേ, ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് ഫേക്കായിട്ട് നിൽക്കും പല ആളുകളും അല്ലേ? എന്താ ആ പെൺകുട്ടീൻ്റെ അവസ്ഥ?